ഈ യൂറോപ്യൻസ് പല കാര്യങ്ങളും ചെയ്തത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവരുടെ തന്നെ രേഖകൾ വായിച്ചിട്ടാണ്. നമ്മളാണ് ആ തെളിവ് അപ്പോഴേ നശിപ്പിച്ച് കളയും. അവരെങ്ങനെയല്ല അതെല്ലാം എഴുതി വെക്കും. പാറമ കളച്ചനും കരിയാറ്റിയും ഗോവായിൽ ചെല്ലുമ്പോൾ അരോഗ ദൃഢഗാത്രന്മാരായിരുന്നു. അത് വെച്ചാൽ നമ്മൾ അവരെ പിടിക്കുന്നത്. ഇവർ പിന്നെ എങ്ങനെ പെട്ടെന്ന് മരിച്ചാൽ, പിന്നെ എങ്ങനെ ഇവർക്ക് അസുഖം വന്ന്? അവർക്ക് വയറ്റിൽ അസുഖം വന്നു, അതിന് കഴിക്കാൻ കൊടുത്തത് കൊയിനാ ഗുളിയാണ്. അത് മലമ്പനിക്കുള്ളതാണ്. വയറ്റിളക്കത്തിന് മലമ്പനിയുടെ മരുന്ന് എന്തിനാണ് കൊടുത്തത്? അവിടെ നമ്മൾ അവനെ പിടിക്കുന്നത്. അപ്പോൾ അവരത് കൃത്യമായിട്ട് എഴുതി വെക്കും. നമ്മളിത് എഴുതി വെക്കാതെ നമ്മൾ തെളിവ് നശിപ്പിൻ്റെ ആശയമുണ്ട്. സുവിശേഷം എഴുതുമ്പോഴും അങ്ങനെയല്ലേ? ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിനേക്കാൾ കർത്താവ് സാത്താനെന്ന് വിളിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്കത് എഴുതാതിരിക്കായിരുന്നല്ലോ. അല്ലെ ഈശോയെ കേപ്പ തള്ളി പറഞ്ഞത് നമുക്ക് എഴുതി വെക്കാതിരിക്കായിരുന്നല്ലോ. ഇതെല്ലാം സ്ലീവ പുഷ്പിതമാണ്, സ്ലീവ പിന്നെ ഫലദായകമാണ്, സ്ലീബ സഭയെ പണിയുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കോണ്ടസ്റ്റിലാണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഈ കാണുന്ന പലതും. പിന്നെ ചിത്രങ്ങൾ വന്നത് തന്നെ ആദിമ നൂറ്റാണ്ടിലെല്ലാം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ചിത്രമാണ് ഈ സ്ലീവയുടെ മുന്നിൽ കാണുന്നത്. പിന്നെ ചിലതിലൊക്കെ റാബുള്ളയിലേക്കുള്ള ചില ഐക്കണുകളിൽ കാണുന്നത് കർത്താവ് പുരോഹിതനെ പോലെ പുരോഹിത കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്നു. അപ്പോൾ അതൊരു ബലിയർപ്പണം തന്നെയാണ്. കർത്താവ് കുരിശിൽ ചെയ്തത് കുർബാന തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. കർത്താവ് കാപ്പയൊക്കെ ഇട്ട് ബലി അർപ്പിക്കുന്ന പുരാതന ചിത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണ്. കുരിശ് എപ്പോഴും അനുഗ്രഹമാണ്. ഇപ്പം എന്താ സാറേ? ഒന്ന് ഇതിപ്പോ നമ്മൾ ഈ പറയുന്നത് സിറിയക് കുരിശുകളെ കുറിച്ചാണല്ലോ അല്ലേ? അതെ, ഇതേ രീതിയിൽ തന്നെ ഗ്രീക്ക് ഉണ്ട്. അല്ല, ഇതിന്റെ അകത്ത് നമ്മൾ അല്ല സാറേ, ഇതിൽ ഈ 4 വശം ഒരേപോലെയുള്ള കാണുന്നതെല്ലാം തന്നെ പിന്നെ പല സഭകളുടെയാണ്. കണ്ടോ മാൾട്ട സ്ലീവ, അത് കണ്ടോ? അത് ഈ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്ന ആ സ്വസ്തിക കണ്ടോ? ഇന്ത്യയിൽ സമാധാനത്തിന്റെ എംബ്ലം ആ കാണുന്ന, ആ മേളിൽ അങ്ങേറ്റത് കാണുന്ന ഇത് കണ്ടോ? ഇതെല്ലാം പല 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 സ്ഥലങ്ങളിലെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും ട്രഡീഷണലി അത് ഉണ്ട്. ഇപ്പോഴും ആർക്കൈവ്സുകളിൽ പല സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഈ പല സ്ലീവകളും വാരി കൂട്ടിയിട്ടിട്ടുണ്ട് പലയിടത്തും. അത് കാര്യമായിട്ട് റിസർച്ച് നടക്കാത്ത കാര്യങ്ങളും ഉണ്ട് പലയിടത്തും. റോമിലൊക്കെ പലയിടത്തു നിന്ന് ലഭിച്ച സ്ലീവകളെല്ലാം കൂടെ അവർ ഒന്നിച്ച് പറിക്കും. ഇവിടെ തന്നെ നമ്മൾ ഈ പിന്നെ മൈലാപ്പൂരിലെ മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ അവിടെയും ധാരാളം സ്ലീവകൾ കാണാം. മ്യൂസിയത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള പഠനം നടത്തുക എന്ന് പറയുന്നത്, ഇത് നമ്മൾ നസ്രാണികളാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വരേണ്ടത്. അപ്പം അതാണ് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ ദൈവശാസ്ത്രം എന്താണ് അപ്പം അതിന് പിതാക്കന്മാരുടെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഒരു ജീവിയെ അവിടെ വെച്ചത് എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ട് ആളുകളുടെ. അപ്പോൾ അതിനെല്ലാം കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് പിതാക്കന്മാർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രാവിനെ തന്നെ വെച്ചത്? അവിടെ ഒരു പ്രാവല്ല, പ്രാവിനെ പോലെ. അപ്പം പ്രാവെന്ന് പറയുന്ന ഒരു ജീവിയുടെ പടമല്ല, അത് കാണുമ്പോൾ റൂഹായാണ് നമ്മൾ കാണുന്നത്, അല്ല ഒരു ജീവിയുടെ പടം വരച്ച് വെച്ചിരിക്കുകയല്ല. യോഹന്നാൻ സുവിശേഷം പറയാണ് പ്രാവിനെ പോലെ ഇറങ്ങി വന്നു. പ്രാവ് ഇറങ്ങി വന്നതല്ല പറയുന്നത്, റൂഹ ആയാണ് വന്നത്. പക്ഷെ റൂഹായെ കണ്ടപ്പോൾ പ്രാവിനെ പോലെ ഇരുന്നു രൂപത്തിലാണ്. ഉള്ളൂ. ഞാൻ വേറെ ഉണ്ട്, ധാരാളം സ്ഥലങ്ങളിലുണ്ട് സാർ, ഉണ്ട്. അതായത് ഒരു പേർഷ്യൻ തോട്ടിൽ പറയുന്നത്, തോമാസ് ലീഹയുടെ ചില ചിത്രങ്ങളിൽ തോമാസ് ലീഹ ഒരു കഴുതപ്പുറത്ത് മയിലിന്റെ ഉടുപ്പ്, മയിൽപീലി കൊണ്ടൊരു ഉടുപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പുരാതന ഗീതത്തിൽ എഴുതിയിരിക്കുന്നത്, തോമാസ് ലീഹയെ ശൂലം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ 2 മയിലുകൾ ഉയർന്നു പറന്നു. അപ്പം മയിലിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ മൈലാപ്പൂര്. മയിലിന്റെ നാടെന്നാണ് അതിൻ്റെ അർത്ഥം. ഊറ്, മൈലാപ്പൂർ മയിലുകളുടെ ഊര് ആണ്. അപ്പം മയിലിന്റെ നാടാണ്. അവിടെ ധാരാളം മയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കോണ്ടസ്റ്റിലും അങ്ങനെ തോമസ് ലീഹയെ പറ്റി പറയുന്നിടത്തൊക്കെ പിന്നെ പറയുന്നത് ഈ 2 പക്ഷികൾ സ്ലീവായെ വണങ്ങുന്നു. ചിലർക്ക് ആനയെ വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഓർക്കണം. അതെല്ലാം ഒരു ഇന്ത്യൻ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ഈ 2 ആന സ്ലീവായിട്ട് 2 സൈഡിൽ നിൽക്കുന്നു. അപ്പം അതും വിദേശത്തൊന്നും കൊണ്ടുവന്നാന്ന് പറയുന്നത്. പിന്നെ ഈ മാനിക്കയം കുരിശിനെ പറ്റി പറയുന്നത്, മാനി എന്ന് പറയുന്ന ഒരു ആൾക്കുണ്ടായ വിഭ്രാന്തിയാണ്. അതും ക്രിസ്ത്യാനിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ചുമ്മാ ആളുകൾ ഇങ്ങനെ പല ഈ സഭാവിരോധികളും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് മാനിക്കയം കുരിശ്. ഇതെന്താന്ന് പോലും ഇവർക്ക് അറിയത്തില്ല.
മാനി എന്ന് പറയുന്ന ആള് സ്വന്തമായിട്ട് ദൈവമാകാൻ ശ്രമിച്ച ഒരാളാണ്. മാനി പാറക്കളയത്താന്ന് പുള്ളി പറയുന്നത്. ഈ കർത്താവിലുള്ളതെല്ലാം പുള്ളി തന്നെ അനുരൂപണം നടത്തുക. പുള്ളി വായുവിൽ കൂടെ സഞ്ചരിക്കാൻ ഒരു തവണ ഒരു വീടിൻ്റെ മുകളിൽ കൂടെ നടന്ന് വീടിൻ്റെ പുറത്തുനിന്ന് അടിച്ച് താഴെ വീണ് പിന്നെ കുറേ നാൾ പിന്നെ ചികിത്സയിലായിരുന്നു എന്നും പിന്നെ അവസാനം അങ്ങനെ കൊല്ലുകയായിരുന്നു എന്നും ഒക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തുമായിട്ട് അവർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല, പ്രാവിൽ വിശ്വസിക്കുന്നില്ല, പ്രാവും പരിശുദ്ധാത്മാവിനെ സമ്മതിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇദ്ദേഹമാണെന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണത് ശരിയാകുക? അപ്പോൾ ഇത് എന്താ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. മാനി ഇല്ല, ഞാൻ കറക്റ്റ് സ്ഥലം പറയാം. മാനി തെക്കൻ ബാബിലോണിയ, ഇറാഖിലാണ്. AD 216 ഈ AD 216 ഈ സ്ലീവയുടെ കാലപ്പഴക്കം 6 മുതൽ 7 നൂറ്റാണ്ടാണ്. അപ്പം മാനി മരിച്ച് ആ പ്രസ്ഥാനവും പൂട്ടിയത് 216 ശേഷമാണ്. അപ്പം 216 ശേഷം മാനി സ്വന്തമായിട്ട് കൊത്തിയതാണ് ഇത്. ഏത് 7-ാം നൂറ്റാണ്ട്. പുള്ളി പിന്നെ എങ്ങനെ വന്നത് കൊത്തിയാൻ? ഈ മണ്ടത്തരം പറയുമ്പോഴും എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ മാർത്തോമാ കുരിശുകളെ ഇതിപ്പോ റീസെന്റ് പാകിസ്ഥാനിൽ ഒരെണ്ണം കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ എൻറ്റയർ ഇന്ത്യൻ വെസ്റ്റേൺ കോസ്റ്റിലുണ്ടായിരുന്നു. ഗോവയിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പലതും പോർച്ചുഗീസുകാർ നശിപ്പിച്ച് അതിൻ്റെ പുറത്ത് ലാറ്റിൻ ക്രോസ് വെച്ച്. ഇപ്പോൾ ഒരു കോസ്മെ കോസ്റ്റ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. പുള്ളി ഒരു ലാറ്റിൻ പ്രീസ്റ്റാണ്, മാംഗ്ലൂരിയനാണ്. പുള്ളി ഒരു മ്യൂസിയം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ മാർത്തോമാ കുരിശുകൾക്ക് മാത്രം ഗോവയിലൊരെണ്ണം. അല്ല, ഈ പാശ്ചാത്യർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ പൗരസ്ത്യരാണ്, നിങ്ങൾ സുറിയാനിക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാമല്ലോ. പിന്നെ എന്ത് ചെയ്യാന്? നമ്മളോട് അവർ പറയാം അല്ല നിങ്ങൾ സുറിയാനിക്കാരാണ്, നിങ്ങൾ തോമാശ്ലീഹയുടെ മക്കളാണ്, നിങ്ങൾ യൂത ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ നസ്രാണികളാണ്. ഈ ചരിത്രമല്ല അവർ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാറില്ല, ഞങ്ങൾ അല്ലെന്നാണ് പറയുന്നത്. ഇത് എൻ്റെ ഇങ്ങനെ അല്ലെന്നാണ് പറയുന്നത്. അല്ല, അത് ഈ അതെന്തോ ഒരു അസുഖമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പൈതൃകമുള്ള യൂറോപ്പിൽ ഈശോ മിശിഹ ആരാന്ന് കേൾക്കുന്നതിന് മുമ്പേ നമ്മുടെ അപ്പാപ്പന്മാർ ബലിയർപ്പിക്കാൻ തുടങ്ങി. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ വേദപുസ്തകം രചിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ പൂർവികർ വിശ്വാസത്തിലാണ്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. AD 50 നമ്മളൊന്ന് ആലോചിച്ചേ. 50 ധനുവൻ രാശിയതിൽ മാർത്തോമ മാല്യങ്കര വന്നെത്തി. അറിവൻ പറവൻ മിശിഹ കാലം 50 ധനുവൻ രാശിയതിൽ, അങ്ങനെയാണ് റമ്പാപ്പാട്ടി പറയുന്നത്. AD 50 വന്നു. അത് കഴിഞ്ഞിട്ട് തോമാശ്ലീഹ തിരിച്ച് ഓർസ്ലം സുനോദോസിന് പോയി തിരിച്ച് കപ്പൽ മാർഗം വരുന്നു. അപ്പോൾ ആദ്യത്തെ സിൽക്ക് റൂട്ട് വഴി ആയിരുന്നിരിക്കാം, രണ്ടാമത് വന്നിരിക്കുന്നത് കപ്പൽ മാർഗം ആയിരുന്നിരിക്കാം. ഏതായാലും ഓർസ്ലം സുനോദോസിന് പോയ വഴിക്കാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം മാതാവ് തോമാശ്ലീഹയാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പിൽക്കാലത്താണ് തോമാശ്ലീഹയുടെ മരണം. 52 സഭ സ്ഥാപിക്കുന്നു. അപ്പോൾ 52 സഭയുടെ സ്ഥാപനം, 50 തോമാശ്ലീഹയുടെ ഭാരത പ്രവേശനം. അങ്ങനെയാണ് റമ്പാമ്പാട്ട് പറയുക. റമ്പാമ്പാട്ട് നോക്കിയാൽ ധാരാളം സുറിയാനി വാക്കുകൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഏതാ? ഉണ്ട്, ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഉണ്ട്. ഇത് ചരിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിനെ ചൊല്ലി സ്ലീവയുടെ സ്റ്റാമ്പ് ഇറക്കി ഗവൺമെന്റ്, കേട്ടോ, സെൻട്രൽ ഗവൺമെന്റ്. തോമാശ്ലീഹയുടെ പിക്ചറുള്ള സ്റ്റാമ്പ് ഇറക്കി. കാൻറ്റർബറി സ്ലീവ, അതായത് ഗ്ലോറിയ സ്ലീവ മാറ്റിക്കേ മുന്നേ. അപ്പൊ ഈ സ്ലീവായിൽ കാണുന്ന ഈ അലങ്കാരങ്ങളൊന്നും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായതല്ല, 7-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതായിരുന്നു എന്ന് ഓർക്കുക. അല്ലാതെ ഇതൊന്നും അതിനുശേഷമുള്ളതല്ല. ശരിക്കുള്ള സ്ലീവയിൽ 3 ഇതുണ്ടെന്ന് 3 ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറുത്തത് ഇല്ലേ, അതുപോലെ ആയിരുന്നു എന്നാണല്ലോ പറയുന്നത്. നോട്ടീസ് ബോർഡ് എടുത്തല്ലോ INRI. അപ്പൊ അത് 3 ഭാഷയിലായിരുന്നു. ഒന്ന് അറമായിക്ക്, 2 ഗ്രീക്ക്, ലാറ്റിൻ. ഇത് രണ്ടുമാണ് 3 പ്രബല സഭകൾ. പീലാത്തോസ് വളരെ പ്രവചനപരമായിട്ട് ചെയ്തതാണ് ആ 3 കാര്യങ്ങളും. അറമായിക്കിലും ഗ്രീക്കിലും ലാറ്റിനിലും. യെസൂസ് റക്സ് യൂദയോരു, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ INRI എന്ന് എഴുതിയിരിക്കുന്നത്.
അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇക്തൂസ് എന്ന് പറയുന്ന ഒരു പദവും ഈ നേരത്തെ നമ്മുടെ ആളുകൾ പലപ്പോഴും ഇങ്ങനെ പല സിമ്പിളുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതിലൊന്നാണ് ഈ ഇക്തൂസ് എന്ന് പറയുന്നത്, മത്സ്യം. IHS എന്ന് പറയുന്നതും ഇതേപോലെ ഈ പല ഫുൾ ഫോമുകളുടെ ഒരു ഷോർട്ട് വേർഷനാണ്. എന്തെങ്കിലും വിശക്കുന്നില്ലായിരുന്നു? ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വീട്ടിൽ പോകല്ലേ, ഇച്ചിരി കഴിഞ്ഞ് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുകയും ചെയ്യരുത്. ഇത് ഈ സീറോ മലബാർ സഭയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പഠനങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വല്ലതും കാര്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറ്റിക്കൽ ആ സ്ട്രക്ചറിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും നടപടികളുണ്ടോ എന്നറിയാമോ? നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നമുക്കിതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ സുറിയാനിയായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ കോട്ടയത്ത് ബേക്കർ ഹില്ലിലെ സീരിയിൽ ഇതിനുള്ള സംവിധാനങ്ങൾ, അവിടെ ഒരു വലിയ നല്ല റിസർച്ച് സിസ്റ്റം, അവിടെയുള്ള ലൈബ്രറിയും സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. ഇപ്പം സഭ ഔദ്യോഗികമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാക്കനാട്ട് സെൻറ്റ് തോമസ് മൗണ്ടിൽ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ചില നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രവും ഇതെല്ലാം ഒരു സ്കാറ്റേർഡ് ഹിസ്റ്ററിയാണ്, ഇങ്ങനെ ചെതറപ്പെട്ട് കിടക്കുന്നതാണ്. പല വിഷയങ്ങൾ അറിയാൻ നമ്മൾ പല ഗ്രന്ഥങ്ങൾ വായിക്കണം. ഒത്തിരി വിശാലമാണ് ഇതിൻ്റെ ഒക്കെ തോട്ട്സ്. ഇപ്പോൾ ഈ സ്ലീവായുടെ കമൻട്രി ഞാൻ പറയുന്നെങ്കിൽ പോലും അതിന് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതിന് ത്രിത്വത്തിൻ്റെ ഒരു ഐക്കണായിട്ട് നമുക്കതിനെ കാണാം. ഒരു ദേശീയ അനുരൂപണമായിട്ട് നമുക്കതിനെ കാണാം. ഒരു പുരാവസ്തുവായിട്ട് നമുക്കതിനെ കാണാം. ഒരു അത്ഭുത വസ്തുവായിട്ട് നമുക്കതിനെ കാണാം. ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് കാണാം. ഒരു ധ്യാന വിഷയമായിട്ട് കാണാം. അപ്പം ഇങ്ങനെ ഒരു സ്ലീവായി തന്നെ നമുക്ക് അത്രയും സമ്പന്നമായതാണ് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഈ സ്ലീവ. അപ്പം പഠനം നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളത്. പല മേഖലകളിൽ സുറിയാനി സ്ക്രിപ്റ്റുകളുണ്ട്. ഇപ്പം തന്നെ ഈ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്ലീവായിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് അഭിമാനിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന സ്ക്രിപ്റ്റുള്ള സ്ലീവകളുണ്ട്. ചില സ്ലീവായിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതിലും പല സ്ക്രിപ്റ്റുകളാണ് എഴുതിയിരിക്കുന്നത്. ഈ മാർത്തോമാ ക്രോസിൽ എഴുതിയിരിക്കുന്നത് വേറൊരു വിഷയമാണ്. അത് പ്രത്യേക സുറിയാനിക്കാരൻ്റെ മേൽ കരുണ ഉണ്ടാകുന്നത്. അപ്പോൾ സുറിയാനിക്കാരൻ്റെ മേൽ കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം അത് വേറെ അടുത്തൊന്നും ഇറക്കുമതി ചെയ്തതല്ല, ഇന്ത്യയിലെ തന്നെയാണ്. ഇവിടുത്തെ ഒരു സുറിയാനിക്കാരനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്താകപ്പെടും, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് അജ്ഞത ഉണ്ടാകുമ്പോൾ അത് നമ്മളിൽ നിന്ന് എടുത്ത് വേറെ ആളുകളെ ഏൽപ്പിക്കും. അവർക്ക് സുറിയാനി അറിയത്തില്ല. ആദ്യം അവരോട് ചോദിക്കേണ്ട ചോദ്യം സുറിയാനി വായിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുക. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച്, കാരണം നമ്മുടെ തന്നെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഇറക്കിയിട്ടുള്ള എത്രയോ ഗ്രന്ഥങ്ങളിൽ ഈ തോമസ് ലീഹയുടെ ഭാരത പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചിലപ്പതികാരം, ചെപ്പേടുകൾ, ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. ചെപ്പേടുകളൊന്നും നമ്മളാരും പിൽക്കാലത്ത് ഉണ്ടാക്കിയതില്ല. ചെപ്പേടുകൾ, സ്ലീവാകൾ, ഇപ്പം തന്നെ നമ്മൾ എത്ര ഈ കോതനല്ലൂരും അവിടെ ഇവിടെ എത്ര സ്ലീവാ കണ്ടു. അതിനെ സംബന്ധിച്ച് എന്ത് ഗവേഷണമാണ് നടക്കുക? അത് പലപ്പോഴും സീറോ മലബാർ സഭയിലുള്ള പള്ളികളിൽ പോലും ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണുന്നത്. നേരെ മറിച്ച് നമ്മുടെ സഹോദരി സഭകൾ അതിനെ വളരെ പവിത്രമായിട്ട് സംരക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു അറിയാനുള്ള ഒരു പലപ്പോഴും ആവേശം, പലപ്പോഴും നമ്മുടെ ഇടയിൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു ആവേശമാണ് സഭയിൽ കാണുന്നത്. അറിയാനുള്ള ഒരു തുറവിയോ കേൾക്കാനുള്ള ഒരു താല്പര്യമോ നമ്മുടെ ഇടയിലില്ല. ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലില്ല. പിന്നെ ഈ കാര്യത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്കും ഈ കാര്യത്തോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പങ്ങൾ. ഇത് പഠിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ വലിയ നേട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആൾക്കാർ പഠിക്കാത്തത്. തീർച്ചയായിട്ടും. കാരണം ഞാനൊരു ഇടവകയിൽ പോയി ഒരു ദിവസം ക്രാഷ് കോഴ്സ് സുറിയാനി പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ ഇടവക അച്ഛൻ ചോദിച്ചത് ജർമ്മനോ ജാപ്പനീസോ എല്ലാം അറിയാമെന്ന്. ഞാൻ ഫ്രീ ആയിട്ട് പോയി പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് തലയ്ക്ക് പറ്റല്ലേ. ഞാൻ സുറിയാനി ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനാണ് അവിടെ പോയത്.
അതെ. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ജർമ്മനോ ജാപ്പനീസോ വല്ലതും അറിയാവുന്ന. അത് അല്ലെങ്കിൽ ജർമ്മൻ ഒത്തിരി പ്രയോജനമുള്ള. പക്ഷേ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി PGക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ ഓക്സ്ഫോർഡില് ഇപ്പൊ സുറിയാൻ എനിക്കറിയത്തില്ല, ഓക്സ്ഫോർഡൊക്കെ നല്ലപോലെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇത് ഈ ഗ്രാസ് റൂട്ടിലേക്കാണ് ഇത് പോകേണ്ടത്. പിന്നെ ഇതിപ്പോ ഈ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേര് ഇത് പഠിച്ചിട്ട് നമ്മുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ നെഗറ്റീവാണ്. ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു വചന പ്രഘോഷണ രീതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂദാശ അർപ്പണ രീതിയോ നമുക്ക് നഷ്ടപ്പെടുക. നമ്മളും അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു കാര്യസാധ്യ പരിപാടിയായിട്ട് ഇതിനെ അധപതിപ്പിക്കുക. കാര്യസാധിക്കും. ഈ ബാർട്ടർ സിസ്റ്റം പോലാണ്. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ ഇങ്ങോട്ട് അനുഗ്രഹിക്കണം. നീ ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്തരത്തിലാണ് ഇതിൻ്റെ ട്രെയിനിങ്. നിങ്ങൾക്ക് ഇത് ചെയ്താൽ അത് കിട്ടും. കുർബാനയ്ക്ക് മൊബൈൽ റെക്കോർഡ് ചെയ്യരുത്.